എൻ്റെ പേര് ബാഹുലേനാണ്. പനൂച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികമാണ്. ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം മിനിഞ്ഞാന്ന് സംസ്ഥാന വെറ്ററൻസ് മീറ്റ് നടന്നതിൽ 1500 മീറ്ററിന് ഫസ്റ്റ് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഫസ്റ്റ് വന്നു, ജില്ലയിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട് 1500. അതിനുശേഷം 400 മീറ്ററിന് ജില്ലയിൽ സെക്കൻഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം 1500 കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ചെയ്തു കഴിഞ്ഞു. 2 ദിവസം ആയതേ ഉള്ളൂ, മഴയായുണ്ട്. അതുകൊണ്ട് ലൈവിൽ ഇതുവരെ വന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. അതുപോലെ കേസിൻ്റെ വിധി സുപ്രീം കോടതി ഇനി വന്നിട്ടുണ്ട്. ഇനിയിപ്പം എന്ന് ലൈവ് അതാണ്. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞ് ആദ്യം തൊട്ടുള്ള നിയമത്തിൻ്റെ എങ്ങനെയാണ്, എവിടെ ഫയൽ പോകുന്നു, എന്താണ് നിയമം. എൻ്റെ വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് പേര് കാണുന്നതാണ്. അന്വേഷണം തുടങ്ങുന്നുണ്ട്. അതുപോലെ ഇലക്ഷനും വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സമയമാകുമ്പോഴേ ഇത് പൊട്ടിക്കാൻ നേരിച്ചത്. നമ്മൾ കേസിന് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ബാഹുലേനും വിനോദുമാണ് എറണാകുളം കോടതിയിൽ പോയി. അത് കായിക താരങ്ങളാണ് രണ്ടുപേരും. വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 1500 മീറ്ററിന് ഫസ്റ്റ് ഉണ്ട്. അപ്പോൾ വാർത്തയൊന്നും കൊടുത്തില്ല, എല്ലാവരും വന്നിരുന്നു. 2 ദിവസം കഴിഞ്ഞൂടെ വാർത്ത കൊടുക്കും. ഞാൻ അവിടെ മത്സരം കഴിഞ്ഞൂടെ ഇപ്പം വീട്ടിലാണ്, കഴിഞ്ഞ് വന്നതേ ഉള്ളൂ എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. ഇനിയിപ്പം നമ്മൾ ഈ വിധിയുടെ പകർപ്പ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ വെച്ച് എങ്ങനെയാണ്, കോടതി വിധിയാണ്. അപ്പോഴേ എന്താണ് ഈ സർക്കാർ ജീവനക്കാരിലുള്ളവർ എങ്ങനെ ഫയൽ അയക്കുന്നു, എവിടെ പോകുന്നു, ഫയലിൻ്റെ ഡീറ്റെയിൽസ് അവരെ പേര് വെച്ച് തന്നെ ഞാൻ കൊടുക്കും. എനിക്ക് ആരും പേടിയൊന്നുമില്ല. കറക്റ്റായിട്ട് പേര് വെച്ച് തന്നെ വാർത്ത ദിവസവും ചെയ്യും. എൻ്റെ വാർത്ത ചെയ്യുമെന്ന് മനസ്സിലാക്കാം. ഇത് എവിടെയാണ് കുഴപ്പം വരണം, ആ കുഴപ്പം ആ സ്ഥാപനത്തിനെ കുറിച്ച് പച്ചയ്ക്ക് തന്നെ ബാഹുല്യം പറയും. ബാഹുലിന് ആരും പേടിയില്ല, അറിയാമല്ലോ. മദ്യം, മയക്കുമരുന്ന് ഇതിനെയൊക്കെ കുറിച്ച് പച്ചയ്ക്ക് പറയണം. പോലീസിനെ, എക്സസിനെ കുറിച്ചൊക്കെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. ലൈവ് എൻ്റെ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ അപ്പോഴേ ആശം വരും. ഓരോ വാർത്ത കൊടുക്കുമ്പോൾ അതെല്ലാവർക്കും അറിയാം, ഞാൻ പറയാൻ വേണ്ടല്ലോ. അപ്പോഴേ ആശം ഉണ്ടാവും. ഞാനിപ്പം മയക്കുമരുന്നിനെ കുറിച്ച് പറയണില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും അതും വിഷയമായിരിക്കുന്നുണ്ട്. പലവരും പേടിയാണ്. എന്നാലും ഞാനിപ്പോൾ വാർത്തകൾ, എൻ്റെ വാർത്ത നമ്മൾ സത്യത്തിനെ വാർത്തയെ പുറത്ത് കൊണ്ടുവരുള്ളൂ, അല്ലാത്ത വാർത്ത കൊണ്ടുവരില്ല. സത്യമുള്ള വാർത്ത മാത്രമാണ് പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നത്. യൂട്യൂബിൽ തന്നെ എൻ്റേത് 5000 10,000 പേര് കാണുന്നുണ്ട് യൂട്യൂബിൽ തന്നെ. അതുപോലെ ഫേസ്ബുക്കിലും നല്ല കവറേജ് 1.5 ലക്ഷം പേരൊക്കെ ചില വാർത്ത കാണുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പോഴും നമ്മളിപ്പോൾ ഇതിൽ വന്നത് 1500-ന് ഫസ്റ്റ് വന്നിരിക്കുന്നു. ഇനി നാഷണൽ പോകാനുള്ള സെലക്ഷനുള്ള തീരുമാനമാണ്. എനിക്കൊരു അറ്റാക്ക് വന്നു 1.5 കൊല്ലത്തിന് മുമ്പേ. അതിനുശേഷം വലിയ ടാലൻ്റ് ഒന്നും ഇല്ലായിരുന്നു, മത്സരം മതിയാക്കി പോയതാണ്. തിരിച്ച് വെറ്ററൻസ് മീറ്റിന് വന്ന് ജില്ലയിൽ വെറുതെ പങ്കെടുത്തപ്പോഴാണ് ഫസ്റ്റ് വന്നത്. അതിനുശേഷമാണ് സ്റ്റേറ്റിലും വന്നു കഴിഞ്ഞ് ഇപ്പോൾ നാഷണലിലേക്ക് സെലക്ഷൻ ഉണ്ട്. അതിന് പോകണ്ടേ ആലോചിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആറ്റിങ്ങൽ ഡെയിലി ബസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ സർക്കാരിന് പേപ്പർ തന്ന് 10 കൊല്ലം ആക്കുമ്പോൾ സ്ഥിരമാക്കണമെന്ന്, എന്നിട്ട് പോലും നമ്മൾ സ്ഥിരമാക്കിയിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ കോടതി പോയത്. സർക്കാർ അനുവദിച്ചിട്ട് പോലും സ്ഥിരമാക്കിയിട്ടില്ല. ഞാനിപ്പോൾ സ്പോർട്സ് കൗൺസിലാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇപ്പം എൻ്റെ വാർത്താ ചാനലുണ്ട്, ലൈവ് പല ദിവസവും എല്ലാവർക്കും കൊടുക്കുന്നതാണ്. ഇനിയിപ്പം ലൈവ് തുടങ്ങാൻ പോകുന്നുണ്ട്. ഈ ആഷൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ ഞാൻ വാർത്ത പറയും. എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. ഒരു അറ്റാക്കും വന്നിട്ടുണ്ട്. ആരെയും പേടിച്ച് ജീവിക്കണമെന്നില്ല, പച്ചയ്ക്ക് പറയണമെന്നാണ് ഞാൻ ഏത് വാർത്ത കൊണ്ടുവന്നാൽ അത് ഉടനെ ആശനും ഉണ്ടാവുന്നു. 2-3 പേർക്ക് അബദ്ധം പറ്റി അപ്പോഴേ വണ്ടികൾ എത്തൂടാ എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നമുക്ക് ഒരു വാർത്ത കയ്യിലുണ്ടാക്കി ആരെയും പേടിക്കണ്ട. വാർത്ത ഒരു വട്ടത്തിന് ശേഷം 2ാമത്തെ വട്ടം പറയുമ്പം തന്നെ ഏത് കേസും പൊങ്ങും, ഏതൊരു കേസും. അത് നമുക്ക് കഴിവുണ്ടെങ്കിൽ ആരെയും പേടിക്കണ്ട. ദൈവം തന്ന കഴിവുണ്ടെങ്കിൽ ആരെയും നമ്മൾ പേടിക്കാനില്ല എന്നെനിക്ക് പറയാം. അപ്പോൾ ഞാൻ ഈ മത്സരത്തിലേക്ക് ഇറങ്ങുന്നു. 1500 മീറ്റർ 3.25 റൗണ്ട് ഉണ്ട്. ആദ്യത്തെ 1.5 റൗണ്ട് ലീഡ് ചെയ്തിട്ട് പിന്നെ സ്ലോ ചെയ്തിട്ട് ഒരു 4ാമത്തെ ലാപ്പിൽ കയറി അവസാനം വീണ്ടും ഫസ്റ്റ് വന്നു. അതിനുശേഷം ഞാനിത് പത്രത്തിലൊന്നും കൊടുത്തു കഴിഞ്ഞില്ല, 2 ദിവസം കൊടുക്കാനാണ് ഇരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്, ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. അങ്ങനെ ഇത്രയും പറയാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. എല്ലാവർക്കും, എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വിദേശികൾ എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. അവനെ ഒരുത്താൻ പറഞ്ഞു ഒരു പ്രൈസ് നേടിയിട്ടില്ല, ഒരു പാസ്റ്ററാണ്. അത് വല്ല വിവരം കാണത്തില്ല, അല്ലാതെ നല്ലവൻ പറയത്തില്ല. ഇതിനു മുമ്പേ എത്രയും മത്സരിച്ചതാണ്. അറിവില്ലാത്തവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യ ഉദിച്ചു വരും, പട്ടികൾ കുറച്ച് പോകും, സൂര്യ ഉദിച്ച് തന്നെ പോകും എന്ന് പറഞ്ഞ സത്യത്തിനേ കാലമുള്ളൂ തന്നെ. കള്ളം പറഞ്ഞാൽ എത്ര ദിവസം പറയും. ഇപ്പം അവൻ നാണം കേട്ട് വെളിയിലിറങ്ങാൻ പറ്റാതെ ആൾക്കാർ ചോദിച്ചാൽ അവന് വെളിയിലിറങ്ങാൻ പറ്റുന്നത്. ഇപ്പോഴാണ് ഞാൻ പ്രതീക്ഷയില്ലാതാണ് ഫസ്റ്റ് വന്നത്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.